ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 ഏപ്രിൽ മാസം 23-ാം തീയതി ചൊവ്വാഴ്ച ദിവസം 1299 മേടമാസം 10-ാം തീയതി, ഇന്ത്യൻ തീയതി വൈശാഖ മാസം 3-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:13 അസ്തമയം വൈകുന്നേരം 6:28 നാളത്തെ തിഥി പൗർണമി തിഥിയാണ്. നാളത്തെ ഉദയാൽപര നക്ഷത്രം ചിത്തിര നക്ഷത്രം. ചിത്തിര നക്ഷത്രം ആരംഭിക്കുന്ന സമയം തിങ്കളാഴ്ച രാത്രി 8 മണിക്കാണ്. അവസാനിക്കുന്ന സമയം ചൊവ്വാഴ്ച രാത്രി 10:33 ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ചിത്തിര നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ചിത്തിര നക്ഷത്രം എന്ന് പറയുന്നത് അസുരഗണത്തിൽപ്പെട്ട സ്ത്രീ നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തെ ജ്യോതിഷം 2 കൂറിലായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ നക്ഷത്രത്തിൻ്റെ 4 പാദങ്ങളിൽ ആദ്യത്തെ 2 പാദങ്ങൾ കന്നിക്കൂറിലും പിന്നീടുള്ള 2 പാദങ്ങൾ തുലാക്കൂറിലുമായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നാളെ ജനിക്കുന്ന കുട്ടികൾ ചിത്തിര നക്ഷത്ര ജാതകരാണല്ലോ. തിങ്കളാഴ്ച രാത്രി 8 മണി മുതൽ ചൊവ്വാഴ്ച രാത്രി 10:33 വരെ ജനിക്കുന്ന കുട്ടികൾ ചിത്തിര നക്ഷത്ര ജാതകരാണ്. ഈ കുട്ടികൾ ഏത് കൂറിൽപ്പെട്ട നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിയുന്നതിന് വേണ്ടി അതിൻ്റെ സമയം എടുത്തു പറഞ്ഞു തരാം. തിങ്കളാഴ്ച രാത്രി 8 മണി മുതൽ ചൊവ്വാഴ്ച രാവിലെ 9:16 വരെ ജനിക്കുന്ന കുട്ടികൾ കന്നിക്കൂറിൽപ്പെട്ട ചിത്തിര നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ചൊവ്വാഴ്ച രാവിലെ 9:16 മുതൽ നക്ഷത്രം തീരുന്ന സമയമായ ചൊവ്വാഴ്ച രാത്രി 10:33 വരെ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ തുലാക്കൂറിൽപ്പെട്ട ചിത്തിര നക്ഷത്ര ജാതകരാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ചിത്തിര നക്ഷത്രം അസുരഗണത്തിൽപ്പെട്ട സ്ത്രീ നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിൻ്റെ ദേവത മഹേശ്വരനാണ്. അതുപോലെ തന്നെ നക്ഷത്രത്തിൻ്റെ മൃഗം എന്ന് പറയുന്നത് പുലിയാണ്, ഭൂതം അഗ്നിയാണ്, പക്ഷി കാകനാണ്, വൃക്ഷം കൂവളമാണ്. ചൊവ്വാദശയിലാണ് ഈ നക്ഷത്ര ജാതകരുടെ ജനനം. ചിത്ര നക്ഷത്ര ജാതകർ കൂവളം നട്ടുപിടിപ്പിക്കുന്നത് വളരെ നല്ലതാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. മഹാദേവൻ്റെ അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. തീർച്ചയായിട്ടും മഹാദേവൻ്റെ അനുഗ്രഹം ആ കുടുംബത്തിൽ, ആ വ്യക്തിയുടെയും ആ ഭവനത്തിലുള്ള എല്ലാവരുടെയും മേൽ മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകും. അവർക്ക് ധനധാന്യ സമൃദ്ധി അവരുടെ ജീവിതകാലം മുഴുവൻ നിലനിൽക്കും എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ട് ചിത്തിര നക്ഷത്ര ജാതകർ അവരുടെ വീടിൻ്റെ മുറ്റത്തോട് ചേർന്ന്, വീടിൻ്റെ പറമ്പുകളിൽ, മുറ്റത്തിന് വെളിയിലോ ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ കൂവളം നട്ടുപിടിപ്പിച്ചാൽ വളരെ ഉത്തമമാണ്. നല്ല അനുഗ്രഹം, ഐശ്വര്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. കൂവളം വെട്ടിക്കളയരുത്. വെട്ടിക്കളഞ്ഞാൽ അത് പിന്നെ ദോഷമായിട്ട് വന്നു ചേരുമെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. മഹാദേവൻ്റെ അനുഗ്രഹമാണ് അവർക്ക് ലഭിക്കുന്നത്. ഉമാമഹേശ്വര അനുഗ്രഹം, അതായത് ശിവൻ്റെയും പാർവതീദേവിയുടെയും ഒക്കെ അനുഗ്രഹം ആ ഭവനത്തിന്മേൽ ഉണ്ടാകുമെന്നുള്ളതാണ് ജ്യോതിഷം അല്ലെങ്കിൽ ഹിന്ദുമത വിശ്വാസം എന്നുള്ളതും ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. ചിത്ര നക്ഷത്ര ജാതകരെ സംബന്ധിച്ചോളം ആഡംബര വസ്തുക്കളിലും വർണ്ണവൈവിധ്യങ്ങളിലും ഒക്കെ താല്പര്യമുള്ളവരാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്നവരാണെന്നും പറയുന്നു. അധ്വാനിച്ച് പ്രവർത്തിച്ച് ജീവിത വിജയം നേടുവാനാണ് അവർക്ക് താല്പര്യം. അവർക്ക് മറ്റൊരാളുടെ ആശ്രയത്തിൽ കഴിയുവാൻ താല്പര്യമില്ല. മറ്റൊരാൾക്ക് എന്ത് വേണമെങ്കിലും അവർ ചെയ്തു കൊടുക്കും. പക്ഷേങ്കിൽ അവരുടെ ജീവിത വിജയം സ്വന്തം അധ്വാനം കൊണ്ടായിരിക്കണമെന്നുള്ളൊരു നിർബന്ധ ബുദ്ധി അവർക്കുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുവാൻ അവർക്ക് മനസ്സുള്ളവരാണ്. പിതൃസ്വത്ത് ലഭിക്കാനുള്ള സാധ്യത ഇവർക്ക് കുറവാണ്. ഇവരുടെ ബാല്യകാല ജീവിതം കഷ്ടത നിറഞ്ഞതുമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. ചിത്ര നക്ഷത്ര സ്ത്രീകൾ സഞ്ചാരശീലരും അന്യദേശവാസം ആഗ്രഹിക്കുന്നവരുമാണ്. കൂടുതൽ പേരും തൊഴിൽ സംബന്ധമായിട്ട് അന്യദേശത്തൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ കുടുംബജീവിതത്തിൽ ഇവർക്ക് ഭർതൃവിരഹം, അതുപോലെ തന്നെ സന്താന ഭാഗ്യക്കുറവ്, ഇതൊക്കെ ചിത്ര നക്ഷത്ര ജാതകർക്ക് ഉണ്ട് എന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ദോഷവശങ്ങളുമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ചിത്ര നക്ഷത്രത്തിൽ ഒരു കുട്ടി ജനിച്ചതിന് ശേഷം ഗ്രഹനില നോക്കി ഇതിൻ്റെയൊക്കെ ദോഷപരിഹാര കർമ്മങ്ങളൊക്കെ ആ ചെറുപ്രായത്തിലെയൊക്കെ ചെയ്ത് ആ കുട്ടിയെ വളർത്തി വലുതാക്കിയാൽ ആ കുട്ടിയുടെ ജീവിതം ശോഭനമായി തീരും. സമയമാകുമ്പോൾ വിവാഹപ്രായം എത്തുമ്പോൾ മാത്രം ഇതിൻ്റെ ദോഷത്തെക്കുറിച്ച് ചിന്തിച്ച് കാര്യമില്ല. ചിത്ര നക്ഷത്രത്തിൽ ജനിക്കുന്ന കുട്ടികളുടെ
ഗ്രഹനില ഉടൻ തന്നെ എടുത്ത് ആ ദോഷവശങ്ങളൊക്കെ മനസ്സിലാക്കി അതനുസരിച്ച് അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് വേണം കുട്ടിയെ വളർത്തി വലുതുവാക്കുവാൻ. അപ്പോൾ അത് മാതാപിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ എന്നുള്ളത് പ്രിയപ്പെട്ടവരോട് ഞാൻ പങ്കുവയ്ക്കുന്നു. ചിത്ര നക്ഷത്ര ജാതകരുടെ ദശാകാലം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നു ചേരുന്ന ദശാകാലം എന്ന് പറയുന്നത് ചൊവ്വ ദശാകാലമാണ്. ചൊവ്വ ദശാകാലം ജ്യോതിഷം 7 വർഷമായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാവർക്കും 7 വർഷം വന്നു ചേരണമെന്നില്ല, വ്യത്യസ്തമായ കാലയളവിലായിരിക്കും. ചിലർക്ക് 5 വർഷം, ചിലർക്ക് 6 വർഷം, ചിലർക്ക് 3 വർഷം, 2 വർഷം അങ്ങനെയൊക്കെയുള്ള കാലയളവിൽ വന്നു ചേരും. ഇപ്പോൾ ഈ വീഡിയോ കേൾക്കുന്ന ചിത്ര നക്ഷത്ര ജാതകർ അവരുടെ ജീവിതം ഏത് ദശാകാലത്തുകൂടി പോകുന്നു എന്നറിയുന്നതിന് വേണ്ടി ഞാനൊരു ഉദാഹരണ സഹിതം പറഞ്ഞു തരാം. ഇപ്പോൾ ഒരു കുട്ടി ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചു. ആ കുട്ടിക്ക് 5 വർഷം ചൊവ്വ ദശാകാലം ഉണ്ടെന്നിരിക്കട്ടെ. 5 വയസ്സ് വരെ ആയിരിക്കും ചൊവ്വ ദശാകാലം. പിന്നീട് വന്നു ചേരുന്ന ദശാകാലമാണ് രാഹുവിൻ്റെ ദശാകാലം. അപ്പോൾ 18ഉം 5ഉം 23. അപ്പോൾ ഈ കുട്ടിയുടെ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളൊക്കെ രാഹുവിൻ്റെ ദശാകാലത്തായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ചിത്ര നക്ഷത്ര ജാതകർ ഗ്രഹനില എടുത്ത് രാഹു അനിഷ്ടസ്ഥാന സ്ഥിതനാണോ എന്ന് നോക്കണം. വിദ്യാഭ്യാസത്തിന് തടസ്സം ചെയ്യുമോ, ബാലാഷ്ടകൾ വന്ന് അല്ലെങ്കിൽ പല വിധത്തിലുള്ള രോഗങ്ങൾ വന്ന് ഈ കുട്ടിയുടെ ജീവിതത്തെ ബാധിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ മാതാപിതാക്കൾ ഗ്രഹനില നോക്കി മനസ്സിലാക്കി അതിനുള്ള ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്യണം. പ്രധാനപ്പെട്ട കാര്യം രാഹുവാണ്. അപ്പോൾ രാഹു ദോഷം ചെയ്താൽ ആ കുട്ടിക്ക് പല വിധത്തിലുള്ള ബാലാഷ്ടകൾ, ദുരിതങ്ങൾ, ദേഹദുരിതങ്ങൾ, മാതാപിതാക്കൾക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ, അവരുടെ കുടുംബത്തിൽ അഭിവൃദ്ധി കുറവ്, അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഗ്രഹനില നോക്കി അതിനുള്ള ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്യണം എന്ന് പ്രത്യേകം ഞാൻ ഓർപ്പിക്കുകയാണ്. ചിത്ര നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ദശാകാലം വന്നു ചേരുന്നത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് ഉദാഹരണ സഹിതം പറഞ്ഞു തരാം. ഉദാഹരണമായിട്ട് ഒരു കുട്ടി ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചു. ആദ്യത്തെ ദശാകാലം എന്ന് പറയുന്നത് ചൊവ്വയുടെ ദശാകാലമാണ്. 7 വർഷമാണ് അതിൻ്റെ കാലാവധി. 7 വർഷം വന്നു ചേർന്നെന്ന് വരികയില്ല. 5 വർഷം ഉണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ 5 വയസ്സ് വരെ ചൊവ്വയുടെ ദശാകാലമാണ്. അതിനുശേഷം 18 വർഷം രാഹുവിൻ്റെ ദശാകാലമാണ്. അപ്പോൾ ആ കുട്ടിക്ക് 23 വയസ്സായി. ഈ സമയത്ത്, അതായത് 5 മുതൽ 23 വയസ്സ് വരെയുള്ള സമയത്ത് ഗ്രഹനില നോക്കി രാഹു അനിഷ്ടസ്ഥാന സ്ഥിതനാണോ നോക്കണം. വിദ്യാഭ്യാസ തടസ്സം ഉണ്ടാകുവാൻ സാധ്യതയുണ്ടോ, നല്ല ജോലി കിട്ടാൻ സാധ്യതയുണ്ടോ, അപ്പോൾ അതിന് രാഹു തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ, വിവാഹ ജീവിതത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ ശുക്രൻ അനിഷ്ടസ്ഥാന സ്ഥിതനാണോ, ദാമ്പത്യ ജീവിതം വിജയിക്കുമോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കി വേണം ഈ കുട്ടിയെ മുമ്പോട്ട് ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്ത് വളർത്തിക്കൊണ്ട് വരുവാൻ. ഈ കുട്ടികൾക്കൊന്നും അറിയത്തില്ല. മാതാപിതാക്കളാണ് ഇക്കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കേണ്ടത്. അവർ അതിനെ പ്രത്യേക ഗൗരവത്തോടു കൂടി, പ്രാധാന്യത്തോടു കൂടി ചിത്ര നക്ഷത്ര ജാതകരുടെ മാതാപിതാക്കൾ അതിനെ കാണണമെന്ന് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. അപ്പോൾ 23 വയസ്സ് വരെ രാഹുവിൻ്റെ ദശാകാലമാണ്. അത് കഴിഞ്ഞാൽ 16 വർഷം വ്യാഴ ദശാകാലം. അപ്പോൾ ഈ കുട്ടിക്ക് 39 വയസ്സായി. അതിനുശേഷം 19 വർഷം ശനിയുടെ ദശാകാലമാണ്. അപ്പോൾ 58 വയസ്സായി. അതിനുശേഷം 17 വർഷം ഈ കുട്ടിക്ക് ബുധ ദശാകാലമാണ്. 75 വയസ്സായി. 75 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 7 വർഷം കേതു ദശാകാലം 82ആയി. അത് കഴിഞ്ഞാൽ പിന്നെ 20 വർഷം ശുക്രദശാകാലം 102ആയി. 6 വർഷം സൂര്യദശാകാലം 108ആയി. പിന്നീട് 10 വർഷം ചന്ദ്രദശാകാലം 118ആയി. അപ്പോൾ ഇങ്ങനെയാകുന്നു ഈ ദശാകാലം വന്നു ചേരുന്ന കണക്കെന്നുള്ളത് പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഗ്രഹനില കയ്യിലുള്ളവർ ആ ഗ്രഹനിലയിൽ ജനനശിഷ്ട ദശാകാലം എത്ര വർഷം മിച്ചമുണ്ട് എന്നുള്ള കാര്യം നോക്കി മനസ്സിലാക്കി അതുപ്രകാരം ഈ ദശാവർഷങ്ങൾ കൂട്ടിയാൽ തൊട്ടടുത്തുള്ള ദശാവർഷമായ രാഹു ദശാകാലം, വ്യാഴ ദശാകാലം, ശനി ദശാകാലം ഇങ്ങനെയൊക്കെ കൂട്ടി നോക്കിയാൽ ഇപ്പോൾ ഏത് ദശാകാലത്തുകൂടിയാണ് ഈ വീഡിയോ കേൾക്കുന്ന ചിത്ര നക്ഷത്ര ജാതകരുടെ ജീവിതം കടന്നു പോകുന്നു എന്നുള്ളത് അറിയാൻ പറ്റും എന്നുള്ള കാര്യം ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. ചിത്ര നക്ഷത്ര ജാതകർ അവരുടെ ജീവിതത്തിൽ നിത്യവും ഓം മഹേശ്വരായ നമഃ എന്നുള്ള മന്ത്രമാണ് ജപിക്കേണ്ടത്. അതുപോലെ തന്നെ ചിത്ര നക്ഷത്ര ജാതകർ അവരുടെ ദാമ്പത്യ ജീവിത വിജയത്തിന് വേണ്ടി ഉമാമഹേശ്വര പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ പോയി അവിടെ പോയി ഐകമത്യ സൂക്താർച്ചനയൊക്കെ നടത്തണം. ജീവിതകാലം മുഴുവൻ ചെയ്താൽ വളരെ നല്ലതാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. അത് ദാമ്പത്യ ജീവിത വിജയത്തിന് വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണെന്നും ഈ അനുഗ്രഹം ഉള്ളവർക്ക് ജീവിതകാലം മുഴുവൻ വളരെ സംതൃപ്തിയോടുകൂടി ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കഴിയുമെന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടിയൊക്കെ ചെയ്യുക, ജീവിത വിജയം നേടുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഒരു ഗ്രഹനിലയിൽ ചിത്ര നക്ഷത്ര ജാതകരുടെ ഗ്രഹനിലയിൽ രാഹുവിൻ്റെ സ്ഥാനവും ശുക്രൻ്റെ സ്ഥാനവും അത് കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കണം. അനിഷ്ടസ്ഥാന സ്ഥിതിയാണോ എന്നുള്ളത് നോക്കുക. അതുപ്രകാരം വേണം മുമ്പോട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോകാൻ എന്നുള്ളത് ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുന്നു. ഇനിയും ഈ അധ്യായത്തിൽ പറഞ്ഞു തരുവാനുള്ള അടുത്ത വിഷയം എന്ന് പറയുന്നത് നാളത്തെ നക്ഷത്ര ദിവസത്തെക്കുറിച്ചാണ്.
നാളത്തെ നക്ഷത്ര ദിവസം ചിത്ര നക്ഷത്ര ദിവസമാണ്. ആർക്കൊക്കെ അനുകൂലമായി വന്നു ചേരുന്നതെന്ന് ചിന്തിക്കാം. തിരുവോണം, അവിട്ടം, പൂരം, ആയില്യം, മകരം, തിരുവാതിര, അത്തം എന്നീ നാളുകാർക്ക് നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നു എന്നാണ് ജ്യോതിഷം പറയുന്നത്. തിരുവോണം, അവിട്ടം, പൂരം, ആയില്യം, മകരം, തിരുവാതിര, അത്തം എന്നീ നാളുകാർക്ക് നാളത്തെ ദിവസം നല്ല ഫലങ്ങൾ വന്നു ചേരുമെന്ന് ജ്യോതിഷം പറയുന്നു. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാനിടയുള്ളത് അശ്വതി, ഉത്രം, മകം, പൂയം എന്നീ നാളുകാർക്കാണ് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളത്. അശ്വതി, ഉത്രം, മകം, പൂയം എന്നീ നാളുകാർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ ഇടയുണ്ട് എന്നുള്ള കാര്യവും അറിഞ്ഞുകൊള്ളുക. ഇനിയും നാളെ പകൽ സമയത്തെ ശുഭസമയം എടുത്തു പറഞ്ഞുതരാം. നാളെ ചൊവ്വാഴ്ച ദിവസമാണ്. രാവിലെ 7:43 മുതൽ 12:24 വരെ നല്ല സമയമാണ്. ഉച്ചയ്ക്ക് 12:24 വരെ നല്ല സമയമാണ്. അതിനുശേഷം ഉച്ച കഴിഞ്ഞ് 1:43 മുതൽ 3:13 വരെയും നല്ല സമയമാണ്. അപ്പോൾ ഈ നല്ല സമയം നോക്കി, ഈ ശുഭസമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്ത് ജീവിത വിജയം നേടണമെന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു. അത് എല്ലാവരും പിന്തുടരുക. ജീവിത വിജയത്തിന് അനിവാര്യമായ കാര്യമാണ്. അപ്പോൾ അത് ശ്രദ്ധയോടുകൂടി കേട്ട് മനസ്സിലാക്കി ഈ സമയം നോക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇനി സംഖ്യാശാസ്ത്രമാണ് പറയാൻ പോകുന്നത്. സംഖ്യാശാസ്ത്രം ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് പറയുന്നത്. നാളത്തെ തീയതി 23 അവൾ ഏതൊരു മാസത്തെയും 5, 14, 23 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ 5 വരുന്നത്. ഇപ്പോൾ 23 ഉള്ളതിനെ ഒറ്റസംഖ്യ ആക്കുമ്പോൾ 5 വരും. 2 + 3 = 5. അപ്പോൾ അങ്ങനെ ഏതൊരു മാസത്തെയും 5, 14, 23 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ 5 വരുന്നു. അപ്രകാരം 5 ജന്മസംഖ്യ വരുന്നവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമാണെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. പരിഹാരമായി പറയുന്നു, ഇളം നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. തീർച്ചയായിട്ടും നല്ല ഫലങ്ങൾ നാളത്തെ ദിവസം വന്നു ചേരും. മാത്രമല്ല പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ EHNX എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ അതും നല്ല ഫലങ്ങൾ വന്നു ചേരുവാൻ കാരണമായി തീരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജ്യോതിഷപരമായ കാര്യങ്ങളാണ് നിത്യവും പറയുന്നത്. പ്രിയപ്പെട്ടവർ വളരെ താല്പര്യത്തോടുകൂടി കേൾക്കണമേ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ഇനി നക്ഷത്രഫലമാണ് പറയുന്നത്. അതിനു മുമ്പ് മറ്റു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയട്ടെ. എല്ലാ ദിവസവും നക്ഷത്ര ജാതകർക്ക് വേണ്ടി സർവൈശ്വര്യ പൂജ ചെയ്യുന്നുണ്ട്. എല്ലാ നക്ഷത്ര ജാതകർക്കും വേണ്ടി 27 നക്ഷത്ര ജാതകർക്കും വേണ്ടി അതാത് ദിവസങ്ങളിൽ വരുന്ന നക്ഷത്രപ്രകാരം സർവൈശ്വര്യ പൂജ പ്രഭാതത്തിൽ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ 100 രൂപ അയച്ചു തന്ന് അതിൽ പങ്കുചേരുക. അതുപോലെ തന്നെ ഈ മാസം 28-ാം തീയതി 29-ാം തീയതിയൊക്കെ ശ്രീകാളഹസ്തി ക്ഷേത്രത്തിൽ പൂജയുണ്ട്. പൂജയിൽ പങ്കുചേരണമെന്ന് താല്പര്യപ്പെടുന്നവർ 1500 രൂപ അയച്ചു തരിക. ഫോൺ പേ ചെയ്യുക. നമ്പറൊക്കെ സ്ക്രീനിലുണ്ട്, അത് നോക്കി ചെയ്തു തരിക. അല്ലെങ്കിൽ താല്പര്യമുള്ളവർ എന്നെ വിളിക്കുക. ഓക്കെ, ഇനി നമ്മൾ നക്ഷത്രഫലം ചിന്തിക്കാം. നക്ഷത്രഫലം നാളെ ചൊവ്വാഴ്ച ദിവസമാണ്. ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ദിവസമാണ് നാളത്തെ ദിവസം. ചൊവ്വ നാളെ രാവിലെ 8:37 മീനൻ രാശിയിലേക്ക് രാശിപ്പകർച്ച നടത്തുകയാണ്. അപ്പോൾ ഇങ്ങനെ രാശിപ്പകർച്ച നടത്തുമ്പോൾ സംഭവിക്കുന്ന കാര്യം, ചൊവ്വ നിൽക്കുന്നത് വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലും വ്യാഴം നിൽക്കുന്നത് ചൊവ്വയുടെ ക്ഷേത്രത്തിലുമാണ്. അപ്പോൾ ഇങ്ങനെ 2 ഗ്രഹങ്ങൾ പരസ്പരം ക്ഷേത്രം മാറി നിന്നാൽ അത് രാജയോഗമായിട്ടാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ രാജയോഗ തുല്യമായ ഫലങ്ങളായിരിക്കും നാളത്തെ ദിവസം 27 നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ കടന്നു വരുവാൻ സാധ്യതയുള്ളത്. നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തികക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖ, സ്വസ്ഥത, ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖം ഏറെക്കുറെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ധനപരമായ നേട്ടം ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾക്ക് നാളത്തെ ദിവസം വിദ്യ അഭ്യസിക്കുന്നവർക്ക് ഏറെക്കുറെ അനുകൂലമായ ഫലങ്ങളെ കൊടുക്കുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. അതുപോലെ തന്നെ നാളത്തെ ദിവസം സഹോദര ഗുണം അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. സുഹൃത്തുക്കൾ മുഖേനയുള്ള നേട്ടങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. മാതാവിൻ്റെ സ്ഥിതി അത്ര അനുകൂലമല്ല. പിതാവിൻ്റെ സ്ഥിതി ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു. പിതാവ് നല്ല ബലവാനായി ആരോഗ്യവാനായി നിൽക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ നാളത്തെ ദിവസം ഈ ചൊവ്വയും വ്യാഴവും പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നത് കൊണ്ട് രാജകീയമായ ഭാഗ്യാനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതയുണ്ട്. നഷ്ടങ്ങൾക്ക് സാധ്യത കുറവാണ്. അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ ഭാഗ്യകരമായ അനുഭവങ്ങൾ, അത് രാജയോഗ തുല്യമായ ഭാഗ്യകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതയുള്ളൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകൾക്ക് സുഖം, സ്വസ്ഥത, ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ് നാളത്തെ ദിവസം. അവർക്ക് കുടുംബസുഖം പ്രതീക്ഷിക്കാം. ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്ന ദിവസമാണ്.
അതുപോലെ തന്നെ അവർക്ക് മാതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള അനുകൂലമായ അനുഭവങ്ങൾ അവർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണ്. പ്രതീക്ഷ അർപ്പിക്കാവുന്നൊരു ദിവസമാണ്. മാതാവിൻ്റെ സ്ഥിതി ആരോഗ്യപ്രദമാണ്. പിതാവിൻ്റെ സ്ഥിതി അത്ര അനുകൂലമായ സാഹചര്യത്തിൽ കൂടിയല്ല കടന്നു പോകുന്നത്. ചിലർക്ക് പിതാവ് ആരോഗ്യവാനാണെങ്കിൽ പോലും പിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള ശത്രുത വന്നു ചേരാൻ സാധ്യതയുണ്ട്. പിതാവ് മുഖേനയുള്ള നഷ്ടങ്ങൾക്കും സാധ്യതയുണ്ടെന്നുള്ള കാര്യവും അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ നാളത്തെ ദിവസം ചിലരുടെ ജീവിതത്തിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ചിലരുടെ ജീവിതത്തിൽ നല്ല ലാഭകരമായ അനുഭവങ്ങൾ വന്നു ചേരുവാനും സാധ്യതയുണ്ട്. അങ്ങനെ സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക. ചിലർക്ക് ഈ വക കാര്യങ്ങളൊന്നും വന്നു ചേരാതെ സാധാരണ നിലയിലുള്ള ജീവിതാനുഭവം തന്നെയായിരിക്കും വന്നു ചേരുക എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനിയും മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം തിരുവാതിര പുണർത മുക്കാൽ നാളർക്ക് നാളത്തെ ദിവസം സ്വസ്ഥ ദേഹനന്മ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖമുണ്ട്. ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ദിവസമാണ് നാളത്തെ ദിവസം. തൊഴിൽപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. അതുപോലെ തന്നെ നാളത്തെ ദിവസം അവർക്ക് ദാമ്പത്യ ജീവിത വിജയം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ചിലരിൽ മാത്രമേ അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുള്ളൂ. ഭൂരിപക്ഷം പേരിലും ദാമ്പത്യ ജീവിത വിജയം, കുടുംബജീവിത സുഖം എന്നിവയിൽ കാര്യമായ നേട്ടമുണ്ടാകുന്ന ദിവസമാണ്. നാളത്തെ ദിവസം തൊഴിൽപരമായ നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ, തൊഴിൽപരമായി ഭാഗ്യകരമായ അനുഭവങ്ങൾ, രാജയോഗതുല്യമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചിലരുടെ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ സ്വത്തുവകകൾ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനിയും ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്തരം കാൽ നാളർക്ക് നാളത്തെ ദിവസം സ്വസ്ഥ ദേഹനന്മയൊക്കെ അനുകൂലമായ ദിവസമാണ്. ചിലരുടെയൊക്കെ ജീവിതത്തിൽ നാളത്തെ ദിവസം നഷ്ടം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. പല വിധത്തിലുള്ള നഷ്ടം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. എങ്കിലും ഗ്രഹങ്ങളുടെ പരസ്പരമുള്ള ക്ഷേത്രം മാറി നിൽക്കുന്ന സ്ഥിതി കൊണ്ട് ഒരുപാട് പേരുടെയും ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ നാളത്തെ ദിവസം വന്നു ചേരും. തൊഴിൽപരമായ നേട്ടം, ഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും. കുടുംബസുഖമുണ്ട് അവർക്ക്. അതുപോലെ തന്നെ ആരോഗ്യം മെച്ചമായിരിക്കും. നല്ല ഊർജ്ജസ്വലരായി പ്രവർത്തിക്കും. ധനസ്ഥിതി അനുകൂലമാണ്. അതുപോലെ തന്നെ മാതാപിതാക്കളുടെ സ്ഥിതിയും അനുകൂലമായ ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കന്നിക്കൂറിൽപ്പെട്ട ഉത്തരം മുക്കാൽ അത്തം ചിത്ര 2 പാദം നാളർക്ക് നാളത്തെ ദിവസം സ്വസ്ഥ ദേഹനന്മ അത്ര അനുകൂലമായ ദിവസമല്ല. അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ സ്ഥിതി, കുടുംബസുഖം കുറവ് വരും. അതുപോലെ തന്നെ ധനപരമായ സ്ഥിതി അത്ര കണ്ട് മെച്ചമല്ല. വിദ്യാർത്ഥികൾക്ക് അത്ര കണ്ട് അനുകൂലമായൊരു ദിവസമല്ല. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. കലഹത്തിന് സാധ്യതയുണ്ട്. ഭാര്യയ്ക്കോ ഭർത്താവിനോ രോഗം വരാം. ഭാര്യാദുഃഖം, ഭർത്തൃദുഃഖമൊക്കെ അനുഭവത്തിൽ വന്നു ചേരുന്ന ദിവസമാണ്. അപ്പോൾ നാളത്തെ ദിവസം എല്ലാം കൊണ്ടും പ്രതികൂലമായ അനുഭവങ്ങളായിരിക്കും കൂടുതൽ ആൾക്കാർക്കും വന്നു ചേരുക. തൊഴിൽപരമായ നേട്ടം പ്രതീക്ഷിക്കാമെങ്കിലും അവിടെയും തൊഴിലിടങ്ങളിലും ശത്രുതയ്ക്കും അഭിപ്രായ വ്യത്യാസത്തിനുമൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിട്ട് നാളത്തെ ദിവസം വന്നു ചേരുന്നു എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖ മുക്കാൽ നാളർക്ക് നാളത്തെ ദിവസം സ്വസ്ഥ ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ്. അവർക്ക് അവരുടെ ജീവിതത്തിൽ നാളെ രാജയോഗ തുല്യമായ അനുഭവം അവരുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട്. അവരുടെ സുഹൃത്തുക്കൾ മുഖേന ധനപരമായ നേട്ടം, കുടുംബസുഖം എന്നിവ അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അവരുടെ സുഹൃത്തുക്കൾ ധനപരമായി സഹായിക്കുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. അപ്പോൾ നാളത്തെ ദിവസം തൊഴിൽപരമായി അല്പം പ്രതിസന്ധി അവരുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ സാധ്യതയുണ്ട്. മാതാവിൻ്റെ സ്ഥിതിയും അത്ര അനുകൂലമല്ല. പിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള എതിർപ്പൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെങ്കിലും അവരുടെ കുടുംബത്തിൽ ധനപരമായ വിഷയത്തിൽ സുഹൃത്തുക്കൾ മുഖേനയുള്ള അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കാലാനുജം കേട്ട നാളർക്ക് നാളത്തെ ദിവസം സ്വസ്ഥത ദേഹനന്മ അത്ര അനുകൂലമായ ദിവസം അല്ലെങ്കിൽ പോലും നാളത്തെ ദിവസം ചൊവ്വയും വ്യാഴവും ക്ഷേത്രം മാറി നിൽക്കുന്നതുകൊണ്ട്, അതായത് രാശി മാറി നിൽക്കുന്നതുകൊണ്ട് ചൊവ്വ മീനൻ രാശിയിലും വ്യാഴം മേടൻ രാശിയിൽ നിൽക്കുന്നുണ്ട്. പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നതുകൊണ്ട് നാളത്തെ ദിവസം ഇവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ധനനേട്ടം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ധനപരമായ നേട്ടം അവിചാരിതമായി വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഭാഗ്യവും ദൈവാധീനവും ഉണ്ടെങ്കിൽ നാളത്തെ ദിവസം അവർക്ക് ധനപരമായ നേട്ടം ഉണ്ടാകുവാൻ ഇടയുണ്ട് എന്നുള്ള കാര്യവും അറിഞ്ഞുകൊള്ളുക. ദൈവാധീനം വേണം എന്നുള്ള കാര്യം ഞാൻ പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. അല്ലാത്തവർക്ക് നാളത്തെ ദിവസം പുത്രദുഃഖം അനുഭവിക്കാൻ സാധ്യതയുണ്ട്. പല വിധത്തിലുള്ള മനോദുഃഖം അവരെ തേടി വരുവാൻ സാധ്യതയുണ്ട്. ചിലർക്കൊക്കെ അതുമൂലം ദേഷ്യവും കോപമൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യവും അറിഞ്ഞുകൊള്ളുക. എങ്കിലും ദൈവാധീനത്താൽ നാളത്തെ ദിവസം ധനപരമായ നേട്ടം, കുടുംബസുഖം,
അങ്ങനെയുള്ള ഭാഗ്യകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർ ഏർപ്പെടുന്ന കാര്യങ്ങൾ വിജയിക്കുവാനൊക്കെ സാധ്യതയുള്ളൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാട, ഉത്രാടം, കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖമുണ്ട്, ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. എങ്കിലും നാളത്തെ ദിവസം ചൊവ്വാഴ്ച ദിവസമാണ്. ചൊവ്വ ഇവരുടെ 4-ാം ഭാവത്തിലേക്ക് രാശിപ്പാർച്ച നടത്തുന്ന ദിവസമാണ്. ചൊവ്വ 4-ാം ഭാവത്തിൽ വന്നാൽ ഭാഗ്യക്കേടുകൾ, ബന്ധുക്കൾ, വീട്, ധനം, ഭൂമി, മാതൃസുഖം എന്നിവ ഇല്ലാത്തവനായി തീരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. എന്നാൽ നാളത്തെ ദിവസം ഈ 4-ാം ഭാവത്തിൻ്റെ അധിപൻ വ്യാഴം ചൊവ്വയുടെ ക്ഷേത്രത്തിലേക്കും ചൊവ്വ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലേക്കും വന്നു ചേരുന്നത് കൊണ്ട് ഭാഗ്യകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാം. ബന്ധുക്കൾ, വീട്, ധനം, ഭൂമി, മാതൃസുഖം എന്നിവയിൽ ഭാഗ്യകരമായ അനുഭവങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളെ അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ തൊഴിൽ ഗുണവും അവർക്ക് നാളത്തെ ദിവസം പ്രതീക്ഷിക്കാം എന്നുള്ള കാര്യവും അറിഞ്ഞുകൊള്ളുക. ഇനി മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടൻ 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ്. അതുപോലെ തന്നെ കുടുംബസുഖമുണ്ട്, ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാം, തൊഴിൽ ഗുണമുണ്ട്, ദാമ്പത്യ ജീവിത വിജയം പ്രതീക്ഷിക്കാം. അപ്പോൾ നാളത്തെ ദിവസം വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള ഭാഗ്യകരമായ അനുഭവങ്ങൾ, രാജയോഗതുല്യമായ അനുഭവങ്ങൾ അവരെ തേടിവരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം, ചതയം, പൂർട്ടാതി, മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മയൊക്കെ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ്. എന്നാൽ കുടുംബസുഖത്തിൽ കുറവരും, ധനപരമായ വിഷയത്തിൽ ക്ലേശം സംഭവിക്കാം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കൊക്കെ അത്ര അനുകൂലമായ ദിവസമല്ല. എന്നാൽ ഈ കാര്യത്തിൽ അവർക്ക് നാളത്തെ ദിവസം സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അവർ മുഖേന കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ നാളത്തെ ദിവസം വന്നു ചേരാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ സുഹൃത്തുക്കൾ മുഖേനയുള്ള നല്ല സഹായങ്ങൾ ലഭിക്കുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ അവർക്ക് ദാമ്പത്യ ജീവിത വിജയം ഉണ്ടാകുന്ന ഒരു സമയമാണിപ്പോൾ. തൊഴിൽപരമായി നാളെ മുതൽ നേട്ടങ്ങൾ വന്നു ചേരുന്നൊരു ദിവസവുമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതികാൽ, ഉത്രട്ടാതി, രേവതി നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖം കൊണ്ട് ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്കും അനുകൂലമായ ദിവസമാണ്. നാളത്തെ ദിവസം അവരുടെ ജീവിതത്തിൽ രാജയോഗ തുല്യമായ അനുഭവം വന്നു ചേരുന്നത്, തൊഴിൽപരമായ നേട്ടം, തൊഴിൽ മേഖലയിൽ കൂടി ഭാഗ്യകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ അത് മുഖേന അവരുടെ ജീവിതത്തിൽ നല്ല സൗഭാഗ്യകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും, സന്തോഷമുള്ള ഒരു ദിവസമായി മാറും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയുമാണ് നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ളത്. നാളത്തെ ദിവസം ജഗദീശനെ എല്ലാ പ്രിയപ്പെട്ടവരെയും, മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പലവിധമായ വിഷയങ്ങളിൽ കൂടി ഭാരപ്പെട്ട് ജീവിക്കുന്നവരുടെ വിഷയങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ നിത്യവും പ്രാർത്ഥിക്കുന്നുണ്ട്. മഹാദേവൻ അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. അവരുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, പലവിധമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ എല്ലാം മാറ്റി മഹാദേവൻ അവരുടെ ജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കി മാറ്റും എന്നുള്ളതിൽ യാതൊരുവിധ തർക്കവുമില്ല. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ മന്ത്രം ചൊല്ലി ജീവിക്കുക. മഹാദേവൻ തീർച്ചയായിട്ടും നമ്മളെ അനുഗ്രഹിക്കും. അല്പം കാലം താമസം വന്നാലും മഹാദേവൻ തരുമ്പോൾ സമൃദ്ധിയായിട്ട് അമക്കി കുലുക്കി വളരെ സമൃദ്ധി നിറഞ്ഞ ഒരു അനുഭവം ആയിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് തരിക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ മഹാദേവനെ തന്നെ ആശ്രയിക്കുക. നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ആശ്രമം